നാമത്തിൽ മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നാണ് ചില വാക്യങ്ങൾ നോക്കി അതിനെ നമ്മൾ പഠിക്കുന്നത്. എബ്രായർക്കെതിരെ ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതൽ 27 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ കാണും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നവർ തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് വലിയ ധനം നേടുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ ഇസ്രായേൽ വിട്ടുപോകുന്നു. ഈ വാക്യങ്ങൾക്കകത്ത് നമ്മൾ ഇന്ന് വിവരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസവും ദർശനം. എന്തൊക്കെയാണ്? എന്താണ് വിശ്വാസവും ദർശനം. എന്ത് വിശ്വാസം, എന്ത് ദർശനം, അതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. എന്ത് വിശ്വാസം? ക്രിസ്തു വിശ്വാസവും ക്രിസ്തു ദർശനം. എന്താണ്? ക്രിസ്തു വിശ്വാസവും ക്രിസ്തു ദർശനം. അപ്പൊ ക്രിസ്തു രഹിതരുമുണ്ട്, ക്രിസ്തു സഹിതരുമുണ്ട്. ആരൊക്കെയുണ്ട്? ക്രിസ്തു രഹിതരും ക്രിസ്തു സഹിതരും. ക്രിസ്തു രഹിതരെന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തു ഇല്ലാത്ത. ക്രിസ്തു സഹിതരെന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തു ഉള്ളവർ. പഴയ നിയമത്തിൽ ക്രിസ്തു ഉള്ളവരുണ്ട്, പുതിയ നിയമത്തിൽ ക്രിസ്തു ഉള്ളവരുണ്ട്. അതെങ്ങനെ ചേർന്ന് വരുന്നതെന്നല്ലേ നമ്മൾ നോക്കുന്നത്, അല്ലെ? അതാണ് ക്രിസ്തു വിശ്വാസം. ഈ ഭാഗം വിശ്വാസവും ദർശനമാണെങ്കിലും അത് പ്രധാനപ്പെട്ട കണ്ടന്റ് വരുന്നത് ക്രിസ്തു വിശ്വാസം ക്രിസ്തു ദർശനം. അപ്പൊ ഞാൻ പറഞ്ഞു, ക്രിസ്തു വന്നതിന് ശേഷമല്ലേ ക്രിസ്തു വിശ്വാസം? അല്ല എന്നുള്ളതാണ് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പഴയ നിയമത്തിൽ മോശയുടെ കാര്യമാണ് എടുത്തു പറഞ്ഞതെങ്കിലും മോശയുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്, മോശയുടെ ദർശനം എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ക്രിസ്തു സംബന്ധമായ ദർശനവും വെളിപ്പാടും അന്നുള്ളവർക്കേ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ക്രിസ്തു ഇന്ന് നമുക്ക് വെളിപ്പെട്ട് കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ അതിനേക്കാൾ അധികം വെളിപ്പാടിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ വെളിപ്പാടിൽ ജീവിച്ചു, നമ്മൾ ഇന്ന് വെളിപ്പാടിലാണോ ജീവിക്കുന്നത്? അല്ല. പിന്നെയോ നമ്മൾ അത് കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അതിനെ കേറി പറഞ്ഞാൽ നമ്മൾ ആരാണ്? ഭാഗ്യമുള്ളവരാണ്. ആ ഭാഗ്യത്തിന്റെ മറ്റൊരു വാക്ക് പറയാമോ? അനുഗ്രഹീതർ എന്ന് പറയുന്നുണ്ട്. അനുഗ്രഹീതർ. ഈ അനുഗ്രഹീതർ എന്ന വാക്ക് ഞാൻ ഇങ്ങനെ പരതി എന്താണ് ഈ അനുഗ്രഹം എന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. നമുക്ക് ഇന്നുള്ള നിലവാരത്തിൽ നിന്ന് സാമ്പത്തിക ശേഷിയുടെ വർധനമാണോ, പിന്നെയോ നമ്മുടെ വീടിന്റെ നിലവാരത്തിന്റെ വ്യത്യാസമാണോ, ശാരീരിക ആരോഗ്യത്തിന്റെ വ്യത്യാസമാണോ ഈ അനുഗ്രഹം എന്നത് ഇങ്ങനെ പരിശോധിച്ചാൽ പോയി നാനാർത്ഥങ്ങൾ ഞാൻ ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. നാനാർത്ഥങ്ങൾ പരിശോധിച്ച് ഞാൻ അകത്ത് വന്നപ്പോൾ അതിനകത്ത് നാനാർത്ഥങ്ങളിൽ ഒരു അർത്ഥം കിടക്കുന്നുണ്ട്. ദേവസന്നിവേശം. അനുഗ്രഹത്തിന്റെ ഒരു വാക്ക് അതിനകത്ത് കിടക്കുന്നുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു ദേവസന്നിവേശം എന്നൊരു വേർഡ് ഞാൻ അതിനകത്ത് കൊണ്ട്. ദേവസന്നിവേശം എന്ന് പറയുമ്പോൾ എന്താണ്? ദേവൻ സന്നിവേശിക്കുക അല്ലെങ്കിൽ പ്രവേശിക്കുക. അപ്പൊ ദേവൻ പ്രവേശിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ സാധാരണ ഈ പദപ്രയോഗം അല്ലെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കുന്ന ആരായിരിക്കും? അനുഗ്രഹം കിട്ടിയെന്ന് പറയുന്ന ആരായിരിക്കും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അനുഗ്രഹം വന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അനുഗ്രഹം വന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ? അവൾക്ക് അനുഗ്രഹം വന്നു. ഈ നമ്മുടെ ഭാഗം പെന്റിക്കോസ്റ്റ് എല്ലാം നിങ്ങളുടെ കണ്ണി തന്നെ ഉടനെ പെന്റിക്കോസ്റ്റ്, കത്തോലിക്ക, CS അതെല്ലാം മാറണം. ഇത് ഉപയോഗിക്കുന്ന ആരായിരിക്കും? ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അവൾക്ക് അനുഗ്രഹം കിട്ടി, അല്ലെ? ഈ ചില സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുക, ആ കാവടിയൊക്കെ എടുത്തോണ്ട് പോകുമ്പോൾ ഇങ്ങനെ തുള്ളുന്ന ഒരു രീതിയുണ്ട്, അല്ലെ? ഇങ്ങനെ ആടുന്ന ഒരു രീതിയുണ്ട്. അവർക്ക് എന്ത് കിട്ടിയെന്ന് പറയും? ആരാണ്ടൊക്കെ പോയി. അതിനെയാണ് അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നത്. കാരണം അവരുടെ ദേവൻ ആ ആളിലേക്ക് സന്നിവേശിച്ചു. അപ്പൊ അനുഗ്രഹം ഏതാണ്? ദേവ സന്നിവേശം. അപ്പൊ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മളാണ്. നമ്മളിൽ ആര് സന്നിവേശിച്ചു? പരിശുദ്ധാത്മാവ് നമ്മളിൽ കയറി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അനുഗ്രഹത്തിൽ പൂർണ്ണരായോ? നമ്മൾ അനുഗ്രഹത്തിൽ പൂർണ്ണരായി. നമ്മൾ യോഗ്യരായി കണ്ടതുകൊണ്ടാണ് ദൈവം നമ്മിലേക്ക് സന്നിവേശിച്ചത്. കണ്ടോ എന്ത് വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് വേണ്ടുന്നതില്ല റെവലേഷൻ നമുക്ക് വേണം, ദർശനം നമുക്ക് വേണം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഭാഗം ഞാൻ നോക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ചു പോയി. അപ്പൊ പഴയ നിയമത്തിൽ മോശയ്ക്കെല്ലാം ഈ ദർശനം ഉണ്ടായിരുന്നോ? അപ്പൊ ഓരോരുത്തരും ഞാൻ ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ എബ്രായ ലേഖനത്തിൽ വിശ്വാസം എന്നൊരു ഭാഗം കൊടുത്തിരിക്കുന്നത് ക്രിസ്തു സംബന്ധമായ വിശ്വാസം.
ഈ ക്രിസ്തു വിശ്വാസം വന്നാലുള്ള ഗുണം എന്താണെന്നറിയാമോ? ഒന്നിലും നമ്മളെ കുലുക്കാൻ പറ്റത്തില്ല, യാതൊന്നിനും നമ്മളെ കുലുക്കാൻ പറ്റത്തില്ല. കഷ്ടത വരട്ടെ, പ്രയാസം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, ഒന്നിനും നമ്മളെ അടിമപ്പെടുത്താൻ പറ്റുകയില്ല. നാം അതിൽ നിന്നെല്ലാം വിമോചിതരായിത്തീരും. ആ ബന്ധനങ്ങളും കയറുകളും എല്ലാം നമ്മൾ ഇതിനെ പൊട്ടിച്ചു കളയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന് വെളിപ്പാടായിട്ട് കൂടെ പറയുന്നുണ്ട്. അതിന്റെ വെളിപ്പാടായിട്ടുള്ള ഇന്നത്തെ സങ്കീർത്തനത്തിൽ അതുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? ഇന്നത്തെ സങ്കീർത്തന ഭാഗത്തിൽ അതുണ്ടായിരുന്നു. 116 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ആ സങ്കീർത്തന ഭാഗത്ത് അതുണ്ടായിരുന്നു. ഈ ദർശനമുള്ള മനുഷ്യനായിരുന്നു ഈ സങ്കീർത്തനക്കാരൻ. ദാവീദാണ്. ആരാണോ അതിന്റെ ഹെഡിങ്ങിൽ നമുക്കത് കൊടുക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ സങ്കീർത്തന ഭാഷ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻ എഴുത്തുകളെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ മുഴുവനും ദാവീദിലാണ് നിക്ഷേപിച്ചിട്ടുള്ളതായി കാണുന്നത്. ദാവീദാണ് അതിന്റെ രചയിതാവ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് ക്രിസ്തു ദർശനമുള്ള മനുഷ്യനായിരുന്നു. ക്രിസ്തു ദർശനം ഇല്ലാത്ത ഒരാൾക്ക് ഈ സങ്കീർത്തനം എഴുതാൻ പറ്റുകയില്ല. അത് വലിയൊരു വെളിപ്പാട്. ഇതിനകത്ത് എപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഈ വെളിപ്പാടുകളെ പ്രാപിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ആ വചനങ്ങളെ നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അത് നമുക്ക് ദർശനമായി വെളിപ്പാടുകളായി തീരും. കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാവോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് കാണാൻ കഴിയും. ആദ്യം അദ്ദേഹം പറഞ്ഞത് കൂട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. രോഗമായിരിക്കാം, ഏതോ പ്രതിസന്ധി ആയിരിക്കാം, അത് തന്നെ ഭയപ്പെടുത്തി. എന്താണ്? മരണഭയം തന്നിലേക്ക് പ്രവേശിച്ചു. മരിച്ചു പോകും, കാരണം ഇത് തന്നെ തകർത്ത് കളയും. അപ്പൊ ആ മരണത്തിൽ നിന്നുള്ള മോചനം, അതിനെയാണ് വിടുതൽ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? വിടുതൽ നമുക്ക് കിട്ടേണ്ടതിൽ നിന്നാണ്. നാം മരിച്ചു പോകും എന്നുള്ള വസ്തുത നമ്മുടെ ഹൃദയത്തിനകത്ത് ഭരിക്കുന്നെങ്കിൽ അതിൽ നിന്നാണ് മനുഷ്യന് മോചനം വേണ്ടത്. സ്തോത്രം. നോക്കിയേ, അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 16-ാമത്തെ അധ്യായത്തിന്റെ 116-ന്റെ 3-4. മരണഭാഷകൾ എന്നെ ചുറ്റി. മരണഭാഷകൾ എന്ത് ചെയ്തിരിക്കുന്നു? അതൊരു ഭാഷകളായിട്ട് എന്നെ ചുറ്റിയിരിക്കുകയാണ്. പാതാള വേദനകൾ എന്നെ പിടിച്ചു. പാതാളത്തിൽ പോയി ഞാൻ അനുഭവിക്കേണ്ടുന്ന വേദന ഇപ്പോഴേ ഞാൻ എന്നെ പിടിച്ചിരിക്കുക. ഞാൻ അവിടെ അനുഭവിക്കാതിരിക്കുന്ന വ്യഥയുടെ ആഴം എന്റെ മനസ്സിലേക്ക് വന്ന് അതെന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക. പാതാള വേദന എന്നെ പിടിച്ചു. എന്നിട്ട് ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഞാൻ ആ വിഷയത്തിൽ എന്ത് ചെയ്തു? എന്നെ കഷ്ടപ്പെടുത്തിയത് ഏതാണ്? മരണത്തിൽ ഞാൻ അകപ്പെട്ടു പോകാനിരിക്കുന്ന പാതാളത്തിലെ വേദനകളിൽ എനിക്ക് കട്ടവും സങ്കടവും പിടിച്ചു. കണ്ടോ? അപ്പൊ നമുക്ക് കട്ടവും സങ്കടവും കൊണ്ടുവരുന്ന ഏതാണ്? നമ്മുടെ ചില ചിന്തകളാണ് നമുക്ക് കട്ടവും സങ്കടവും കൊണ്ടുവരുന്നത്. ഞാൻ ഒന്നുകൂടെ കയറി പറയാം. ക്രിസ്തു ദർശനമുള്ളവർ കട്ടതകളെയും ആ ചിന്തകളെയും പ്രയാസങ്ങളെയും അവൻ അതിജീവിക്കും. കണ്ടോ? കട്ടവും സങ്കടവും എന്നെ പിടിച്ചു. അടുത്ത വാക്യം. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ. എന്ത് ചെയ്തു? ഇപ്പൊ പിന്നെ നിലവിളി എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ പ്രാണൻ എവിടെ ആയിപ്പോവും? പാതാളത്തിലായി പോവും. അപ്പൊ പാതാളത്തിൽ താൻ കേട്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഈ പാതാളത്തിലുള്ള യാതനാ സ്ഥലം എന്ന് അന്നേ തന്നെ വിളിപ്പേരുള്ളതാണ്. പാതാളം എന്താണ്? യാതനാ സ്ഥലം. എത്ര പാതാളങ്ങളുണ്ട്? മേലെ പാതാളം, കീഴേ പാതാളം. മേലെ പാതാളത്തിന് ഒരു പേര് പറയുന്നുണ്ട്. ഏതാണ്? പറഞ്ഞേ. മേലെ പാതാളത്തിന്റെ പേരേതാ? പരദീസ. മേലെ പരദീസ എന്ന് പറയും. കീഴേ പാതാളം. അപ്പൊ കീഴേ പാതാളം എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാരുടെ എല്ലാം അവിടെ ചിന്തയിൽ പഠനത്തിലൂടെ മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ എവിടെ ചെന്ന് വീഴും? പാതാളത്തിൽ വീഴും. അവിടെ കഷ്ടമാണ്, അവിടെ നിലവിളിയാണ്, അവിടെ മുറവിളിയാണ്, അവിടെ യാതനയാണ്. അവനറിയാം. അപ്പൊ ഇതിൽ നിന്ന് എനിക്കിനി മോചനമില്ലല്ലോ, ഞാൻ മരിച്ചു പോയാൽ എന്നുള്ളതാണ് അവന്റെ നിലവിളി. ഞാൻ എന്ത് ചെയ്തു? ഇത് എന്റെ ചിന്തയിലേക്ക് വന്നപ്പോ ഞാൻ കട്ടവും സങ്കടവും എന്ത് ചെയ്തു? ഞാൻ അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചു. കണ്ടോ? ഞാൻ എന്ത് വിളിച്ചപേക്ഷിച്ചു? അങ്ങനെ വന്നപ്പോ, ദൈവമേ, ഞാൻ ഈ മരണത്തിലായി പോയാൽ ഈ ബന്ധനം എന്നെ എവിടെ ആക്കും? പാതാളത്തിലാക്കും. ഞാൻ ഈ കട്ട അനുഭവിക്കേണ്ടതല്ലയോ? കട്ടതിന്റെ കാലം എത്രയാണെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ പാതാളത്തിൽ വീണുപോയാൽ, നരകം എന്ന് പേര് കൊടുക്കുന്നത് ഇന്നത്തെ ഭാഷ്യത്തിൽ അത് തെറ്റല്ല. നരകത്തിൽ വീണുപോയാൽ അവൻ എത്ര കാലം കിടക്കേണ്ടി വരും? എത്ര കാലം കിടക്കേണ്ടി വരും? ജീവിതകാലം. അപ്പൊ അവിടെ നമുക്ക് വേദന അനുഭവിക്കാൻ പറ്റുമോ? വേദന ഉണ്ടാവുമോ? വേദന ഉണ്ടാവുമോ? ഉണ്ടാവൂലേ? നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നു. വീണ്ടും വേദന ഉണ്ടാവുമോ? എങ്ങനെയാണ് വേദന ഉണ്ടാകുന്നത്? വേദന ഉണ്ടാക്കുന്ന ഘടകം ഏതാണ് നമ്മുടെ ശരീരത്തിൽ? പ്രാണൻ, അല്ലേ? പ്രാണനല്ലേ? പ്രാണൻ. ഈ പ്രാണൻ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ വേർപെടുന്നു. ശരീരത്തിലല്ല വേദന, പിന്നെയോ പ്രാണനിലാണ് വേദന. ഈ ശരീരം എവിടെ പോകുന്നു? മണ്ണിൽ പോയി. ഈ പ്രാണനും ആത്മാവും കൂടെ സംയോജിച്ചുകൊണ്ടാണ്
ഈ പാതാളത്തിലേക്ക് ചെന്ന് വീഴുന്നു. കണ്ടോ? ഈ പാതാളത്തിൽ നിന്ന് പിന്നെ അവിടുന്ന് രക്ഷയില്ല. ഈ പാതാളത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് ചില ക്രൈസ്തവ മതം, അതിനെ മതം എന്ന് വിളിക്കുന്ന തെറ്റില്ല, മതങ്ങൾ പഠിപ്പിച്ചു ബെസ്പുർഖാന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്തുകൊണ്ട്? ബെസ്പുർഖാന. അവിടെ എന്താണ്? കുട്ടി ജയിൽ. അതിന്റെ വിവരണം തരുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ സബ് ജയിൽ ഇല്ലേ, സെൻട്രൽ ജയിൽ ഇല്ലേ? അപ്പൊ സബ് ജയിലിനകത്ത് പാർപ്പിച്ച് അവന്റെ ഈ റിമാൻഡ് പീരീഡ് കഴിയുമ്പോൾ അവന് ശിക്ഷ വിധിച്ചിട്ട് അവന് നേരെ എവിടെ കൊണ്ടുപോകും? നല്ല വാദിക്കുന്ന അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എന്ത് ചെയ്യാം? ഈ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാം. അതുകൊണ്ടാണ് ഈ മരിച്ചു പോകുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്? ആ മതക്കാര് ചെന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. എന്തോ പ്രാർത്ഥിക്കുന്നത്? പരേതനായി പോയ ഈ മനുഷ്യന്റെ ആത്മാവിനെ നിത്യസ്വർഗത്തിൽ കൈക്കൊള്ളണമേ. അതാണ് ആണ്ടു പ്രാർത്ഥന വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കല്ലറ പ്രാർത്ഥന വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിനാണ്. ഈ കല്ലറ കിടക്കുന്ന ആൾ എവിടെ പോയിട്ടില്ല. ഇയാള് ഈ കല്ലറയുടെ 4 ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഇയാള് പോയിട്ടില്ല. ആടെയൊക്കെ കണ്ണൊക്കെ തള്ളി വരുന്നുണ്ടോ? കല്ലറ കാണുമ്പോ കല്ലറയിൽ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ചിന്ത. അതുകൊണ്ടാണ് പാതാളത്തിൽ ഇത് കിടക്കുകയാണ്. ഇത് പോയിട്ടില്ല, സ്വർഗത്തിൽ പോയിട്ടില്ല. ഇതിന് ഓരോ മതങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലർ എന്ത് ചെയ്യാറുണ്ട്? നല്ല ഉരുള ചോറ് ഉരുട്ടി വെക്കാറുണ്ട്. നല്ലൊരു കാര്യമാണ് കേട്ടോ. 4 കാക്കയ്ക്കെങ്കിലും അത് പ്രയോജനം ചെയ്യില്ല. നല്ല കാര്യം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഈ പാവപ്പെട്ട കാക്കയ്ക്കൊന്നും ആരും ഭക്ഷണം വെക്കാറില്ല. കൊടുക്കാറുണ്ടോ? നമ്മുടെ വീട്ടിലെ പട്ടിക്ക് കൊടുക്കാറുണ്ട്. കാക്കയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല? കൊടുക്കാറില്ല. താഴെ വീണാ പോലും അതിന്റെ പൊടി തട്ടിക്കളഞ്ഞ് കഴിക്കേ ഉള്ളൂ. കാക്കയ്ക്ക് നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഉത്സവമേ ഉള്ളൂ. അത് ആ ഉത്സവമാണ്. ഒരൊറ്റ ഉത്സവമുള്ളൂ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഞാൻ പണ്ട് ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്മച്ചിയുടെ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചൻ മരിച്ചു പോയപ്പോ ഈ അമ്മച്ചിക്ക് ഭയങ്കര വേദന. എന്ത് പറ്റി? അപ്പച്ചൻ മരിച്ചുപോയി. അപ്പൊ അമ്മച്ചി എന്ത് ചെയ്തു? ചോറൊക്കെ ആ ഡേറ്റ് ആയപ്പോ ഉരുട്ടി വെച്ചിട്ട് അമ്മച്ചി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആര് വരും? അപ്പച്ചൻ വരും. അങ്ങനെ അമ്മച്ചി നോക്കിയപ്പോ അപ്പച്ചൻ വന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരുന്നു. അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അപ്പച്ചനെ നോക്കി അമ്മച്ചി ഇങ്ങനെ നീട്ടിപ്പാടിയത് ഇങ്ങനെയാണ്: 2 കാലുള്ളവനായി പോനേ, 4 കാലുള്ളവനായി വന്നേ, വട്ടമൂഞ്ചിയുമായി പോനേ, നീണ്ട മൂഞ്ചിയുമായി വന്നേ, വാലില്ലാമൽ പോനേ, നീണ്ട വാലുമായി വന്നേ. അപ്പൊ അമ്മച്ചി നോക്കിയപ്പം ഒരു നായ വന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചിക്ക് മനസ്സിലായി ആര് വന്നു? അപ്പച്ചൻ വന്നു. ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഇത്തരം മതങ്ങളുടെ ചിന്ത, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ മരണത്തോടുകൂടി അവൻ യാതനാ സ്ഥലത്താകും. അങ്ങനെ തന്നെയാണ് രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ, രക്ഷ കൈവരിക്കാത്ത മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ യാതനാ സ്ഥലത്ത് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് കൂട്ട് ആണ്ട് ചെയ്യുന്ന പ്രാർത്ഥനകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ അവന്റെ പരേതനായ ആത്മാവിനെ അവിടെ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. മനുഷ്യൻ ജീവനോട് ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണമാണ് പ്രാപിക്കാൻ നമ്മൾ പോകുന്നത്. ഈ ശിക്ഷയിൽ നിന്ന് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിടുതലിനാണ് നാം കർത്താവിൽ വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാം സ്നാനം സ്വീകരിക്കുന്നത്. ഈ വിശ്വാസം വരാതെ ഒരാൾ മരിച്ചു പോയാൽ അവർ നരകത്തിലാണ് പോകുന്നത്. എനിക്ക് അത് പറയാൻ വേണ്ടിയിട്ട് ഖേദമുണ്ട്. കാരണം നമ്മുടെ പല പ്രിയപ്പെട്ടവർ നമ്മൾ ഇവിടെ കാണുന്നവർ അവിടെ നമുക്ക് കാണാനൊക്കില്ല. കണ്ടോ? അവർ നരകത്തിലേക്ക് പോകും. ഒരു മാറ്റവും ഇല്ല. നിങ്ങളുടെ ഭാര്യയാകാം, ഭർത്താവാകാം, സഹോദരങ്ങളാകാം, മക്കളാകാം, പ്രിയപ്പെട്ടവരാരുമാകാം, അവർ അവിടേക്ക് പോകുക തന്നെ ചെയ്യും. ഞാൻ ആ ഭാഗം വിട്ടുവരട്ടെ. ഞാൻ വിട്ടുവന്ന് പറയാൻ താല്പര്യപ്പെടുന്നത്, അപ്പൊ ബെസ്പുർഖാന എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല. എന്നാൽ അവർക്ക് എന്തുണ്ട്? യാതനാ സ്ഥലം എന്ന ഒരു സ്ഥലം എല്ലാ മനുഷ്യനും ഉണ്ട്. ഇപ്പൊ ഈ ചിന്ത ആർക്കുണ്ട്? യഹൂദന്റെ ഇടയിലും ഉണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു മരണപ്പെട്ടു പോയ 2 പേരുടെ ഉദാഹരണം പറയുമ്പോൾ പറഞ്ഞു. ആരുടെയൊക്കെയാണ്? ലാസറിന്റെയും ധനവാന്റെ ഉദാഹരണം പറയുമ്പോൾ ആ കാര്യങ്ങൾ പറയുകയായിരുന്നു. നമുക്ക് അവിടെ ആ ഭാഗങ്ങൾ വ്യക്തമാണ്. അപ്പൊ ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ഈ വിഷയത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി നിലവിളിക്കുകയാണ്. അതാണ് 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം നിലവിളി ഉയരുകയാണ്. യഹോവയെ, ഇവിടെ നാം എന്ത് ചെയ്തു? വിളിച്ചപേക്ഷിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ, അതായത് 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ.
മൂന്നാമത്തെ നാലാമത്തെ വാക്യം ഇതിനോടുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്, മരണത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത 8ാമത്തെ വാക്യം വായിച്ചാട്ടെ. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഈ ടോണങ്ങ് മാറിയല്ലോ. ആദ്യത്തെ 2 എന്തിനു വേണ്ടിയിട്ടാണ്? മരണത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു പെട്ടെന്ന് പറഞ്ഞത് കണ്ടോ? അപ്പൊ അദ്ദേഹം എന്തു പ്രാപിച്ചു? ഇവിടെ ദർശനം പ്രാപിച്ചു. ആരുടെ ദർശനം പ്രാപിച്ചു? ക്രിസ്തു ദർശനം ഇദ്ദേഹത്തിന് കിട്ടി. കണ്ടോ? ക്രിസ്തു കേന്ദ്രീകൃത, ക്രിസ്തു ഏകാഗ്രത, ക്രിസ്തു ധ്യാനമുള്ള ന്യായപ്രമാണത്തിന്റെ അത്ഭുതമെന്ന് 119 സങ്കീർത്തനത്തിന്റെ 18ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകൾ എന്ത് ചെയ്യണമേ? തുറക്കണമേ. അപ്പൊ ന്യായപ്രമാണത്തിൽ രചിച്ചിരുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതം ആരാണ്? ക്രിസ്തു. ആ ക്രിസ്തു എന്ന വെളിപ്പാട് ആർക്ക് കിട്ടി? ദൈവത്തിന് കിട്ടി. നേരെ കാഴ്ചപ്പാട് മാറുകയാണ്. കണ്ടോ? ഇവിടെ അദ്ദേഹം എത്തിയപ്പോൾ എന്ത് പറയുന്നു? നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണിൽ നിന്നും എന്റെ കാലിനെ വീഴ്ച എന്ത് ചെയ്തു? പെട്ടെന്ന് ടോണ് മാറി. കണ്ടോ? ആ വെളിപ്പാട് മാറിയത്. അത് ഇപ്പൊ ആരായി? വിശ്വാസത്തോടൊപ്പം ദർശനമുള്ള മനുഷ്യനായിട്ട് തോന്നും. നിങ്ങൾക്ക് അത് മാത്രം പറഞ്ഞാൽ അത് അങ്ങോട്ട് അത്ര മനസ്സിലാവില്ല. ഇനി അടുത്തൊരു ഭാഗം കൂടെ പറയുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 15 ഇവിടെ ക്രിസ്തു രഹിതനായി ഞാൻ മരിച്ചു പോയാൽ ഞാൻ പാതാളത്തിലേക്ക് പോവുകയും അത് അതികഠിനമായ വേദന ആകുന്നത് കൊണ്ട് എന്നെ മരണത്തിൽ വിടല്ലേ എന്നതാണ് 3ഉം 4ഉം വാക്യങ്ങൾ. ശരിയാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? അതല്ലേ? 3ഉം 4ഉം വാക്യങ്ങളിൽ എന്നെ മരണത്തിൽ ഏൽപ്പിക്കരുത് എന്ന പ്രാർത്ഥനയാണ്. എന്നാൽ ഇവിടെ ഞാൻ എന്നെ രക്ഷിച്ചിരിക്കുന്നത് അടുത്ത വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മാറി. അപ്പൊ അത് എന്ത് പ്രാപിച്ചു? ദർശനം ഉള്ള മനുഷ്യനായി തീർന്നു. ആ ദർശനമുള്ള മനുഷ്യനായി തീർന്നു നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ ഉള്ള വഴി അവിടെ തന്നെയാണ്. 15ാമത്തെ വാക്യം വായിച്ചു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. എന്ത് ദർശനം കിട്ടി? മരണം എന്താണ്? അപ്പൊ വിടുതൽ പ്രാപിച്ചു. അപ്പൊ ആവശ്യത്തിൽ നിന്ന് മരിച്ചു പോകുമെന്നുള്ള വിഷയം തന്നെ ഒരു ബന്ധനമാക്കി നിന്നപ്പോ ക്രിസ്തു ഭക്തന്റെ മരണം, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ്, ക്രിസ്തു വിശ്വാസത്തിലാണ്, ഇനി വരുവാനിരിക്കുന്ന രക്ഷകനാകുന്ന ക്രിസ്തു വിശ്വാസത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എല്ലാ യഹൂദന്മാരും ഈ ഭക്തിയോടെ ജീവിച്ചു മരിച്ച് ന്യായപ്രമാണം അനുസരിച്ച് അനുശാസിച്ച് അവൻ അനുശാസിക്കുന്നത് പോലെ നടന്നാൽ അവൻ പാതാളത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ മേലെ പാതാളം വന്ന് എവിടേക്ക് പോകും? പർദീസയിൽ അദ്ദേഹം ഇരിക്കുകയും ക്രിസ്തു തന്നെ രക്ഷിക്കുമെന്നാണ്. അപ്പൊ മരണം ആർക്ക് വിലയേറിയതാണ്? ദൈവത്തിന് വിലയേറിയത്. ദൈവത്തിന് വിലയേറിയതായപ്പോ അവിടെ ആരാധന വെളിപ്പെട്ടു. സ്വതന്ത്രം പറഞ്ഞേ. ഉടനെ അടുത്ത വാക്യം എഴുതി വെച്ച് തീർന്നില്ല. 16ാമത്തെ വാക്യം, അതിന്റെ 16ാമത്തെ വാക്യം വായിച്ചേ. യഹോവേ, ഞാൻ നിന്റെ ദാസൻ, നിന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധനം ഏതായിരുന്നു? മരണം എന്ന ബന്ധനം. കണ്ടോ? ഞാൻ മരിച്ചു പോകുമെന്നുള്ള ബന്ധനം. ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ബന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ പരിധി, ഏത് പരിധി? ഈ ഭൂപരിധി അല്ലെങ്കിൽ പാതാള പരിധി കഴിഞ്ഞ് നിത്യജീവന്റെ പരിധിയിലേക്ക് തനിക്ക് എത്താൻ കഴിയില്ല എന്ന ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നെങ്കിൽ അതാണ് അതിന്റെ ബന്ധനം. അപ്പൊ ഈ 15ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ആ ബന്ധനത്തിന്റെ വിടുതലിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. അതിനാണ് നമ്മൾ ആ 15ാമത്തെ വാക്യം വായിച്ചത്. 15ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക്. അപ്പൊ മരണം വിലയേറിയതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അതേ കൈയടിച്ചത് ആനന്ദിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നിന്ന് മോചനം അദ്ദേഹം എന്ത് ചെയ്തു? പ്രാപിച്ചു. നിത്യജീവന്റെ പ്രകാശം ഒരു മനുഷ്യരിൽ വരുന്നതാണ് ആ വിടുതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വെളിപ്പാടുകളായിരുന്നു അവർക്ക് കിട്ടിയത്. കണ്ടോ? നമുക്ക് ഇനി തിരിച്ചു വരാമോ? നമുക്ക് ഈ വാക്യത്തിലേക്ക് വന്ന് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ്, ബന്ധപ്പെട്ടുകൊണ്ട് ഓടി വരികയാണ്. ഞാൻ അതിന്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ 23ാമത്തെ വാക്യം മുതൽ എബ്രായ ലേഖനത്തിലേക്ക് ഞാൻ വരികയാണ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 23ാമത്തെ അധ്യായം, 11ാമത്തെ അധ്യായം 23ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. മോശയിൽ വ്യാപരിച്ച വിശ്വാസം, മോശയിൽ ഉണ്ടായിരുന്ന വിശ്വാസം ഏതാണ്? ആമേൻ. ഇപ്പൊ അവിടെ അതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. വായിക്കാമോ? വിശ്വാസത്താൽ മോശയുടെ ജനത്തിൽ ശിശു സുന്ദരൻ എന്ന അമ്മയെ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 ദിവസം ഒളിപ്പിച്ചു വെച്ചു. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പിന്നെ
വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാളും പാപത്തിന്റെ അവൻ എന്ത് വളർന്നു? അവൻ വിശ്വാസത്താൽ എന്ത് വിശ്വാസം അവനുണ്ടായിരുന്നു? ഞാൻ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇവിടെ മനോഹരമായിട്ട് എഴുതിയിരിക്കുക കേട്ടോ. പാപത്തിന്റെ വിശ്വാസത്താൽ വളർന്നു. വളർന്നപ്പോ എന്ത് ചെയ്തു? വിശ്വാസത്തിൽ വളരുന്ന ഇവനാണ് വിട്ടൊഴിയുന്നത് കേട്ടോ. ലോകം ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. നമ്മൾ ആർക്കുള്ളതല്ല, ലോകത്തിനുള്ളതല്ല കേട്ടോ. അപ്പൊ ലോകത്തെ വിട്ടൊഴിയേണ്ടത് വിശ്വാസമുള്ളവന്റെ ജോലിയാണ്. പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ലോകത്തെ വിട്ടൊഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വിശ്വാസം ശക്തിയോടെ വ്യാപരിച്ചാൽ ലോകത്തെ നമുക്ക് വിട്ടൊഴിയാൻ പറ്റും. പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ അധികം എന്നിട്ട് വായിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടി പാപത്തിന്റെ തൽക്കാല ഭോഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? മിസ്രൈമിലുള്ള തന്റെ സുഖ സൗകര്യ സമൃദ്ധിയിൽ മാത്രം താൻ ലയിച്ചിരിക്കാതെ, അല്ലെ? മോശയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മോശയ്ക്ക് അവിടെ മനോഹരമായിട്ട് കിടന്നൂടെ? അല്ലെ? ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നൊരു പാട്ടൊക്കെ പാടി, ഇത്രത്തോളം പാടിക്കാം, എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ, ഞാൻ എവിടെയാണ് കിടന്നത്, ഞാൻ എന്താ പറയേണ്ടത്, എന്റെ അപ്പന്റെ വീട്ടിൽ കിടന്നിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഗതി? ആടുകളുടെ പാലും അതിനെ നാറ്റും അടിച്ച് ആ തൊഴുത്തിൽ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്നതിന്റെ എത്തിച്ചല്ലോ എന്നൊരു ശിവറിയും വോയിസ് ഒക്കെ കൊടുത്ത് മോശയ്ക്ക് ഇത് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് 3 നേരം ആ ശാപ്പാടടിച്ചുകൊണ്ട് കിട്ടുന്ന യോഗങ്ങളിലെല്ലാം ചെന്ന് മൈക്കും എടുത്തുകൊണ്ട് പ്രസംഗിച്ചാൽ പോരായിരുന്നു? ഞാൻ എവിടെ കിടന്നതാണെന്ന് അറിയാമോ ദൈവമക്കളെ? ഞാൻ പണ്ട് എനിക്കൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ കിടന്നിരുന്നത് ആമേൻ എവിടെയാണ്? കന്നുകാലികളുടെ കൂടെയാണ്. എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? കന്നുകാലി മേയ്ക്കുന്നവനായിരുന്നു. എന്റെ അപ്പൻ ആരായിരുന്നു? ഇങ്ങനെയുള്ള ആ കുടുംബത്തിൽ നിന്നാണ് എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞൂടെ? ആരാധന എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? തീപ്പൊരിയായി. ഇതങ്ങോട്ട് ഇടുമ്പോ ഇവിടെ ആ മോശ പ്രസംഗിക്കുന്ന കൺവെൻഷന് കൂട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിരിക്കും. എന്റെ ദൈവമേ, ആരാ വരുന്നത്? റവറന്റ് മോശ. പേരെന്തായിരിക്കും? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? റവറന്റ് മോശ എവിടെ പ്രസംഗിക്കുന്നു? പുത്തരിക്കണ്ടം മൈതാനത്തിൽ റവറന്റ് മോശ പ്രസംഗിക്കുന്നു. കാര്യത്തൊഴുത്തിൽ ഇരുന്നവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നവനാണ് എന്റെ ദൈവം. ടൈറ്റിൽ എല്ലാം കൊടുത്ത്, ഞാനാണെങ്കിൽ ഒരു തമ്നെയിലും കൂടെ കൊടുക്കുമായിരുന്നു. യൂട്യൂബിനകത്ത് ഒരു തമ്നെയിലൊക്കെ കൊടുത്ത് ഈ കാലിത്തൊഴുത്തിൽ കിടന്ന, അല്ലെങ്കിൽ ഈ ഗോക്കളെ മേച്ചുകൊണ്ടിരുന്ന കുലത്തിൽ കിടന്ന എന്നെ, ഒരു അർഹതയില്ലാതിരുന്ന എന്നെ, ഈ പുത്തിരിക്കണ്ട മൈതാനത്തിൽ മൈക്കും പിടിച്ചു നിർത്തിയ എന്നെ, ഞാൻ ഇന്ന് വന്ന കാർ ഏതാണെന്ന് അറിയാമോ? ബെൻസ് കാറിലാണ്. ഇതിനെന്തെങ്കിലും അർഹത ഉണ്ടോ? എനിക്ക് ഇരിക്കുന്നവരെല്ലാം മടമട കരയുമായിരുന്നു. മോശയ്ക്ക് വല്ല കാര്യമുണ്ടായിരുന്നു? മോശ അപ്പച്ചനെ കാണാൻ ഞാൻ പോവാ, നിങ്ങളുണ്ടോ കൂടെ? വരുന്നുണ്ടോ? വരുന്നില്ല അല്ലേ? ഞാൻ പോവാ. ഞാൻ മോശപ്പച്ചനെ കാണും, ഒരിക്കൽ കാണും. എന്നിട്ട് മോശപ്പച്ചനോട് ചോദിക്കും, മോശപ്പച്ച വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ മിശ്രമി കിടന്നാ പോലെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് മുഴുവൻ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാര്യത്തൊഴുത്തിയിരുന്നവരെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്ന ദൈവം. താങ്കൾ അനുഗ്രഹം എന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്ത് പറയൂ? ദാരിദ്ര്യം എന്ന് ശാപം എന്നാണ് വിളിക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നാ? ഈ ഇത്രോമിന്റെ വീട്ടിൽ കിടന്ന് 40 വർഷം ഈ കൊതുകടിയും പോലെ അവിടെക്കാലം ഒതുങ്ങി കൂടിയാ പോരുന്നു. വെളിപ്പാട് പ്രാപിച്ചവൻ ചിലത് വിടും. ഒരു സ്വതന്ത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പൗലോസിനെ എടുത്ത് പഠിച്ചേ. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യൻ എന്നാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ പൗലോസ് അത് വിട്ടു വന്നതാണ് വെളിപ്പാട്. മുകളിലേക്ക് കയറാൻ എല്ലാവർക്കും പറ്റും, മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാനാ ബുദ്ധിമുട്ട്. ഏത് മനുഷ്യനും അവന്റെ സ്വപ്രയത്നമായിരിക്കാം ഏതെങ്കിലും നിലയിൽ അവന് മോളിൽ കയറി വരാൻ പറ്റും. പക്ഷെ മോളിൽ ഇരിക്കുന്ന ആ മേഖലയിൽ അവൻ താഴോട്ട് ഇറങ്ങി വരണമെങ്കിൽ അവനിൽ കൃപ വ്യാപരിക്കണം. സ്വത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. മോശ അത് കളഞ്ഞു. എന്ത് വ്യാപരിച്ചു? അവന് വിശ്വാസത്തിന്റെ കൃപ അവന്റെ മേൽ വ്യാപരിച്ചു. സ്തോത്രം. ഒരു മനുഷ്യൻ ലോകത്തെ വിടുന്നെങ്കിൽ ഓർത്തോണം, താൽക്കാലിക മോഹങ്ങളെ വിടുന്നെങ്കിൽ ഓർത്തോണം, അവൻ മണ്ടനല്ല, പൊട്ടനല്ല. അവന്റെ മേൽ ഒരു ദൈവകൃപ വ്യാപരിച്ചു. ഹല്ലേലൂയ. ലോകത്തെ ആരെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ
അവന്റെ അകത്തൊരു ദൈവകൃപ, സാധാരണ ദൈവകൃപയല്ല. അതിനാണ് അവന് ബലം വേണ്ടത്. Praise God. ഈ ബലമാണ് മോശയുടെ അകത്ത് വ്യാപരിച്ചത്. ഭയങ്കര വെളിപ്പാട്. ഇത്രയും ഡീപ്പായ ഒരു റെവലേഷൻ ഈ എബ്രായ ലേഖനത്തിനകത്ത് പൗലോസ് കൊണ്ടുവന്നതുണ്ടോ? മോശ എടുത്ത് അവിടെ നിന്ന് നേരെ ക്രിസ്തു ദർശനമുള്ള വ്യക്തിയായി വരച്ച് കണ്ണിന്റെ മുമ്പിൽ കാട്ടുകയാണ്. പൗലോസ് ഇങ്ങനെ വരച്ച് കാട്ടുക. ഈ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ ക്രിസ്തു നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ച് കണ്ടോ, കിട്ടിയിരിക്കെ അല്ലെങ്കിൽ തന്നിരിക്കെ, അപ്പൊ വരച്ചു കാട്ടുകയാണ്. അപ്പൊ ക്രിസ്തു ദർശനം എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ കൃപ ലഭിച്ച നമ്മളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഈ ക്രിസ്തു വെളിപ്പാട് അകത്ത് കയറുന്നെങ്കിൽ ഓർത്തണം, ക്രിസ്തു ദർശനം ആത്മീക ബന്ധം നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കണ്ടോ, ആ വാക്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യാമോ? പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ ഏത് ജനത്തുമായിട്ട് ബന്ധപ്പെട്ടു? ഏത് ജനവുമായിട്ട് ബന്ധപ്പെട്ടു? നേരെ വന്നു ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് ഒന്ന് യോജിക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ആരാണ്? ഇസഹാക്കല്ല, ക്രിസ്തുവിലൂടെ ജനനം പ്രാപിക്കാനിരിക്കുന്ന ക്രിസ്തുവിലൂടെ ജനിച്ചിരിക്കുന്ന നമ്മളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാനുള്ളത് തെരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്. എന്നിട്ട് താഴെ വായിച്ചേ. പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്തു നോക്കി? കളഞ്ഞ എന്തിനാ കളഞ്ഞ? എന്തിനാണ് കളഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റവറന്റ് സ്ഥാനം കളഞ്ഞ എന്തിനാ? കൊട്ടാരം കളഞ്ഞ എന്തിനാ? സുഖലോലുപമായ ആ പട്ടുമെത്ത കളഞ്ഞ എന്തിനാണ്? നിങ്ങളൊരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ സാധാരണ ആണോ? നല്ല ചോദിക്കും. ഇന്ന് മനുഷ്യൻ അല്പമൊന്ന് ഉയർന്നു വന്നാൽ ആ സ്ഥാനം വിടാൻ അവന് പറ്റത്തില്ല. കൊട്ടാരത്തിലാണ് കിടക്കുന്നത്. നിങ്ങൾ ആഴമായിട്ട് അതൊന്നും കാണണേ. ആ കൊട്ടാരം കളയാൻ, കൊട്ടാര സുഖം കളയാൻ, ഞാൻ ഒന്ന് കേറി പറഞ്ഞാൽ അടുത്ത രാജ അവകാശി ആരാണ്? രാജ്യം ഭരിക്കേണ്ട ആരാ? ഈ മോശയാ. രാജസ്ഥാനം പോലും തനിക്ക് വേണ്ട എന്ന് കരുതി കളഞ്ഞെന്തിനാണ്? പ്രതിഫലം നോക്കിയത്. പ്രതിഫലം നോക്കാതെ ഒരു മനുഷ്യനൊന്നും കളയാനൊക്കത്തില്ല. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ കണ്ടോ, എന്തിനേക്കാൾ? നിക്ഷേപങ്ങളെക്കാൾ. ഇസ്രായേലിൽ ഇപ്പൊ എന്തുണ്ട്? ഇസ്രായേലിൽ നിക്ഷേപമുണ്ട്. കണ്ടോ, ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ, അതിനെ കുറിച്ച് കയറി എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എനിക്ക് കിട്ടുന്ന സ്ഥാനമാന സാമ്പത്തിക സ്ഥിതികളെക്കാൾ അധികം ഇസ്രായേലിലുള്ള നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് എവിടെ വന്നു? വലിയ ക്രിസ്തുവിന്റെ നിന്ന്. കണ്ടോ, ക്രിസ്തു ദർശനം ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ ക്രിസ്തു ദർശനം ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യം എടുത്ത്? അന്ന് ക്രിസ്തു ഇല്ല, പക്ഷെ ക്രിസ്തു ദർശനം ഇല്ലാത്ത ഒരാൾക്ക് ഇത് വിടാൻ. അത് വിട്ടെങ്കിൽ മോശയ്ക്ക് ക്രിസ്തു ദർശനം കണ്ടു. ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്തെന്നറിയാമോ? ഇനി എനിക്ക് അതിന്റെ അടുത്തൊരു ഭാവമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ മുതിരുന്നില്ല. കാരണം എനിക്ക് വാക്കുകളെ ഞാൻ വിരാമം ഇടാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ക്രിസ്തു ദർശനം. അപ്പൊ ക്രിസ്തു വിശ്വാസം എന്തൊക്കെ ഉണ്ടായിരുന്നു? അപ്പൊ ആ തന്നിൽ വെളിപ്പെട്ടിരുന്ന അല്ലെങ്കിൽ തന്നിൽ വ്യാപരിച്ചിരുന്ന വിശ്വാസം ഏതാണ്? ക്രിസ്തു വിശ്വാസം. രണ്ട്, ക്രിസ്തു ദർശനം. ക്രിസ്തു ദർശനം, ക്രിസ്തു വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി പറയാം, ഒന്നിനും നമ്മളെ അടിമപ്പെടുത്താൻ കഴിയില്ല. യാതൊന്നും നമ്മളെ തകർത്തു കളയാൻ കഴിയില്ല. ഹല്ലേലൂയ. കാരണം അവിടെ നിൽക്കുന്നത് ആരാണ്? വിടുതൽ പ്രാപിച്ചവൻ, വിടുവിക്കപ്പെട്ടവൻ. അവൻ ഇനി എന്ത് കിട്ടാനില്ല? ഒരു വിടുതൽ, ഇനി ഒരു അനുഗ്രഹം കിട്ടാനുണ്ടോ? ഇല്ല. കാരണം എന്ത് കിട്ടി? ആര് സന്നിവേശിച്ചു? ക്രിസ്തു സന്നിവേശം നമ്മുടെ ഉള്ളിലായി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? എന്താ നമ്മൾ വായിക്കുന്ന എഫെസ് ലേഖനം അതിന്റെ 1:3 വായിക്കുന്നതാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഫുൾഫിൽനെസ് ആയി. കണ്ടോ, പൂർണ്ണതയായി. അപ്പൊ ക്രിസ്തുവിൽ ഇരിക്കുന്നവർക്കാണ് ഈ അനുഗ്രഹം. ക്രിസ്തുവിലാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ ഒരു മനുഷ്യനായാൽ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനാണ് ഈ അനുഗ്രഹം. അതെന്താണ്? പൂർണ്ണത, സംതൃപ്തിയാണ്. അവൻ ഏത് നിലയിലായിരുന്നാലും സ്തോത്രം പറയാൻ കഴിയുന്ന
ഒരു ഉയർന്ന തലത്തിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. ദൈവമക്കളെ, നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ഇതിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഈ ഉയർന്ന ദർശനത്തിലേക്ക് എന്നെ എത്തിക്കണമേ. ഉയർന്ന തട്ടിലേക്ക് നമ്മൾ എത്തിയാൽ ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും താഴത്തില്ല, നമ്മൾ യാതൊന്നിലും താഴ്ത്തുവാൻ കഴിയത്തില്ല.